അപ്പോൾ ഇന്ന് എന്നോടൊപ്പം ഉള്ളത് നമ്മുടെ സൂര്യ സ്പൈയിലെ സൂര്യ ചേച്ചിയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് എന്ത് വിശേഷവുമായിട്ടാണ് വന്നിരിക്കുന്നത് ചേച്ചി എടുത്ത് ചോദിച്ചറിയാം. സൂര്യ ചേച്ചി നമസ്കാരം. നമസ്കാരം. അപ്പോൾ നമ്മുടെ പാർലറിനെ കുറിച്ച് ഒന്ന് വിശദമായിട്ട് പറയാൻ പറ്റുമോ? ഇപ്പോൾ എവിടെയാണ് ഈ പാർലർ ഉള്ളത്, എത്ര വർഷമായി ഈ പാർലർ ഇട്ട് തുടങ്ങിയിട്ട് ഒന്ന് പറയാമോ? ഇത് ഉള്ളൂരാണ്. ഉള്ളൂരിൽ നിന്ന് ഒരു 200 മീറ്റേഴ്സ്. ഞാനിത് തുടങ്ങിയിട്ട് 6 വർഷമായി. 6 വർഷമായി അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ 6 വർഷമായിട്ട് അടിപൊളിയായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് പാർലർ. അപ്പോൾ നമുക്കിന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് എന്ത് കാണിക്കാനാണ് ചേച്ചി പോകുന്നത്? ഞാൻ ഇന്ന് ഫ്ലേവേർഡ് വാക്സ് കാണിക്കാൻ പോവാണ്. ഫ്ലേവേർഡ് വാക്സ് ആണ് അല്ലേ കാണിക്കാൻ പോകുന്നത്. ലിപ്പോസോലിബിൾ വാക്സ് ആണ്. അപ്പോൾ ഇതിന്റെ ഗുണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെയർ ഗ്രോത്ത് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മുടെ കയ്യിലാണോ ഇപ്പൊ കാണിക്കാൻ പോകുന്നത്? കയ്യിലാണ് കാണിക്കാൻ പോകുന്നത്. ഓക്കെ. അപ്പൊ എല്ലാ പെൺകുട്ടികളും ചെയ്യുന്നതാണ് വാക്സും, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് അല്ലേ ഹെയർ പോകാൻ വേണ്ടിയിട്ട്. അപ്പം ചേച്ചിയുടെ ഈ വാക്സ് എങ്ങനെയാണ്, ഇതിന്റെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും എല്ലാം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ചേച്ചി ഇവിടെ ഒരുപാട് വാക്സ് നേരത്തെ വെച്ചിട്ടുണ്ടല്ലോ, അപ്പൊ അതെന്തിനാണ്? ഇത് ഓരോ വാക്സും ഓരോ ടൈപ്പ് സ്കിന്നിനുള്ളതാണ്. ഓക്കെ. ഇത് വൈറ്റ് ചോക്ലേറ്റ് ആണ്. വൈറ്റ് ചോക്ലേറ്റ് ഡ്രൈ സ്കിന്നിനുള്ള സ്കിന്നിന്. ഓക്കെ. ഇത് അലോവേറയാണ്. അലോവേറ നമുക്ക് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നിന് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ ഇത് രണ്ടും, ഒരെണ്ണം സ്ട്രോബെറി, ഒരെണ്ണം ഡാർക്ക് ചോക്ലേറ്റ് ആണ്. ഇത് രണ്ടും എല്ലാ ടൈപ്പ് സ്കിന്നിനും യൂസ് ചെയ്യാൻ പറ്റും. സെൻസിറ്റീവിന് പറ്റില്ല, ബാക്കി എല്ലാ സ്കിന്നിനും യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് വളരെ നല്ലൊരു അറിവാണല്ലേ. എല്ലാ സ്കിൻ ടൈപ്പിനും പ്രത്യേകം ഉണ്ട് അല്ലേ? അതെ. പിന്നെ നമ്മൾ വാക്സിങ്, പ്രീ വാക്സ് ആൻഡ് പോസ്റ്റ് വാക്സ് ഉണ്ട്. ഇതും ഫ്ലേവേർഡ് ആയിട്ടാണ് വരുന്നത്. പ്രീ വാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്ലെൻസർ ആണ്. എന്തെങ്കിലും നമുക്ക് ഡേർട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രീ വാക്സ് യൂസ് ചെയ്യുന്നത്. പിന്നെ വാക്സിങ്ങിന് ശേഷം പോസ്റ്റ് വാക്സ് അപ്ലൈ ചെയ്യും. പോസ്റ്റ് വാക്സ് എന്തിനാന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ലിപ്പോസോലിബിൾ വാക്സ് ഭയങ്കര സ്റ്റിക്കി ആയിട്ടിരിക്കുന്നതാണ്. അപ്പം അത് ആ സ്റ്റിക്നെസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോസ്റ്റ് വാക്സ് യൂസ് ചെയ്യുന്നത്. മോയ്സ്ചറൈസിംഗ് എഫക്റ്റും ഉണ്ടാവും. ഓക്കെ ഓക്കെ. അപ്പൊ ചേച്ചി പറഞ്ഞ പോലെ നമ്മൾ ആദ്യം പ്രീ വാക്സ് ചെയ്യുകയാണല്ലേ? ഓക്കെ. അപ്പൊ അത് കൈ ഫുള്ളി ഇങ്ങനെ തേച്ച് പിടിപ്പിക്കണം. അതിനുശേഷം ഒരു ടിഷ്യൂ വെച്ചിട്ട് അതിനെ വൈപ്പ് ചെയ്യാം. ഓക്കെ. ഇപ്പൊ മേഘയുടെ സ്കിൻ ടൈപ്പ് നോക്കിയപ്പം ഡ്രൈ സ്കിൻ ആണ്. ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഡ്രൈ സ്കിന്നിന് വൈറ്റ് ചോക്ലേറ്റ് ആണ് അല്ലേ? ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് ചൂടാക്കുന്നത് അല്ലേ? അതെ. ഓക്കെ. എന്നിട്ട് സ്പാച്ചുല വെച്ചിട്ട് അപ്ലൈ ചെയ്യും. നമ്മുടെ ഹെയറിന്റെ ഡയറക്ഷൻ എന്താണോ ആ ഡയറക്ഷനിലാണ് വാക്സ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ. ഇത് ചെറിയ വേദനയൊക്കെ എടുക്കുമായിരിക്കും അല്ലേ? ചെറിയ വേദന ഉണ്ടാവും, പക്ഷെ നമ്മൾ ഈ സ്കിന്ന് ഭയങ്കരമായി ഇവിടെ നന്നായിട്ട് ടൈറ്റ് ആയിട്ടാണ് പിടിക്കുന്നത്. ടൈറ്റ് ആയിട്ട് പിടിക്കുമ്പോൾ അത്രയും വേദന വരില്ല. ഇതിപ്പോ നമ്മള് വാക്സിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ എത്ര ദിവസം അല്ലെങ്കിൽ എത്ര മാസം ആണ് ചെയ്യേണ്ടത്? ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിരിക്കും അല്ലേ? ഇപ്പം ഈ വാക്സ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു 1 വീക്ക് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഹെയർ ഫോളിക്കിളിൽ നിന്ന് ചെറുതായിട്ട് ഹെയർ മുകളിലോട്ട് വരും. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ക്രബ് യൂസ് ചെയ്തിട്ട് ഈ ഡെഡ് സ്കിന്നിനെ റിമൂവ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിലാണ് ആ ഹെയർ ബൾബ് വലുതായിട്ട് അവിടെ ചെറിയ ചെറിയ കുരുക്കളൊക്കെ വന്നിട്ട് വരുന്നത്. ചിലപ്പോൾ അത് ഇൻഫെക്ഷനും ആകാം ചിലവർക്ക്, എല്ലാവർക്കും അല്ല. അതൊരു 1000-ൽ ഒരാൾക്ക്. അതെ അതെ. പിന്നെ നമ്മൾ ഈ കൈയുടെ ഈ ജോയിന്റ് അകത്തുള്ള ഇവിടെ വാക്സ് തേക്കാറില്ല, ഹെയർ വരാറില്ല. പക്ഷെ നമുക്കിത് ലിപ്പോസോലിബിൾ വാക്സ് ആയതുകൊണ്ട് നമ്മുടെ എപ്പിഡെർമിസിന്റെ തന്നെ ഏറ്റവും ഔട്ടർ ലെയറിനെയും ഇത് റിമൂവ് ചെയ്യുന്നുണ്ട്. നമുക്ക് പിന്നെ എപ്പിഡെർമിസിന് തന്നെ കുറെ ലേയേഴ്സ് ഉണ്ട്. അതിൽ ഔട്ടർ ലെയറിനെ ഇത് റിമൂവ് ചെയ്യും. ടാൻ ഒക്കെ വരികയാണെങ്കിൽ പോലും കുറെ ടാനും ഇതുകൊണ്ട് മാറും. പെട്ടെന്ന് ബയോളജി ക്ലാസ്സിലേക്ക് പോയ പോലെ. ഇപ്പം കാർത്തിക ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്കിന്നിന്റെ ഡയറക്ഷൻ ഓരോ സ്ഥലത്തും ഓരോ ഡയറക്ഷൻ ആയിരിക്കും. ഇവിടെ വേറെ ഡയറക്ഷൻ അല്ലേ? അത് നോക്കി വേണം ചെയ്യാൻ. ഓക്കെ. അപ്പൊ നമുക്ക് ഇത് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ് ആണോ?
വീട്ടിൽ ചെയ്യാൻ അറിയാവുന്ന ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാം. ഒറ്റയ്ക്ക് നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. കാരണം നമുക്ക് പിന്നെ അപ്ലൈ ചെയ്തിട്ട് ഒരാൾ ടൈറ്റ് ആയിട്ട് പിടിക്കണം. ടൈറ്റ് ആയിട്ട് പിടിക്കുമ്പോൾ അല്ലെങ്കിൽ നല്ല വേദനയായിരിക്കും. നല്ല വേദനയായിരിക്കും. പിന്നെ പറഞ്ഞു പോവാതെ ഇരിക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അത് ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണ് വലിക്കുന്നത്. അതൊക്കെ വലിച്ചിട്ടുണ്ടെങ്കിൽ പെയിനും കൂടുതലായിരിക്കും. ചിലപ്പം വാക്സ് അങ്ങനെ തന്നെ ഇരിക്കുകയും ചെയ്യും. എന്തായാലും റിസ്ക് ആണല്ലേ, പാർലറിലൊന്നും ചെയ്യുന്നതാണ് നല്ലത്. ഇവിടെ വാക്സിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ഒത്തിരി ആൾക്കാർ വരാറുണ്ട്. ഇപ്പൊ ചേച്ചി നമ്മളിപ്പോ ചെയ്തോണ്ടിരിക്കുന്ന ഡ്രൈ സ്കിൻ്റെ ആണ് അല്ലേ? അപ്പൊ സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ എങ്ങനെയായിരിക്കും? ഈ ഡ്രൈ സ്കിന്നിന്റെ ഒരു എക്സ്ട്രീം കണ്ടീഷൻ ആണ് സെൻസിറ്റീവ് സ്കിൻ. അപ്പൊ സെൻസിറ്റീവ് സ്കിന്നിന് നമുക്കുള്ളത് അലോവേറയുടെ വാക്സ്. അലോവേറ തന്നെ ഒരു എന്താ പറയുന്നത്, ഒരു ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പം ആ അലോവേറയുടെ എക്സ്ട്രാക്റ്റും ഇതിനകത്ത് മിക്സ് ചെയ്ത് അടങ്ങിയിട്ടുണ്ട്. പിന്നെ തീരെ സെൻസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ക്ലെൻസർ ഇട്ട് ക്ലെൻസ് ചെയ്തതിന് ശേഷം അല്പം ടാൽക്കം പൗഡർ യൂസ് ചെയ്യുമ്പോഴത്തേക്കും എന്തെങ്കിലും സ്കിൻ പീൽ ആവാൻ ചാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറിക്കിട്ടും. നമ്മൾ ഈ ത്രെഡ് ചെയ്യുന്ന സമയത്തൊക്കെ അപ്ലൈ ചെയ്യണം. ബാക്കി പ്രൊസീജിയേഴ്സ് എല്ലാം സെയിം തന്നെയാണ്. ഈ നമ്മുടെ വാക്സിൽ ജെല്ലിൽ ഉണ്ടാവുന്ന ഒരു മാറ്റമേ ഉള്ളൂ. അതെ, മാത്രമേ ഉള്ളൂ. പിന്നെ ചിലവർക്ക് സെൻസിറ്റീവ് സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് പൊങ്ങി വരാറുണ്ട്. അങ്ങനെ പൊങ്ങി വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു കോട്ടണിൽ ഐസ് വെച്ച് കുറച്ച് നേരം ഒരു 5 മിനിറ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ. ഇതിപ്പോ എത്ര നേരം എടുക്കുമായിരിക്കും രണ്ട് കൈയും കൂടെ ചെയ്ത് കഴിയാനായിട്ട്? ഒരു 15 മിനിറ്റ്സിൽ മതി അല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ റൈറ്റ് ഹാൻഡ് കഴിഞ്ഞിട്ട് ലെഫ്റ്റിലേക്ക് കടന്നിരിക്കുകയാണല്ലേ? എനിക്കിത് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് കഴിയാൻ പറ്റിയൊരു പ്രോസസ്സാണ്. പിന്നെ ഒരിക്കൽ അപ്ലൈ ചെയ്ത സ്ഥലത്ത് തന്നെ പിന്നെയും നമ്മൾ അപ്ലൈ ചെയ്യില്ല. ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ ഫുൾ ഹെയർ അവിടെ നിന്ന് മാറിയിരിക്കും. അതെനിക്കൊന്ന് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ് അല്ലേ? നമ്മൾ ആദ്യം എക്സ്പീരിയൻസും ഉണ്ട്, പ്ലസ് ഈ വാക്സ് അങ്ങനെയാണ്. ഹണി വാക്സ് ആണെങ്കിൽ പിന്നെയും നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരും. ഇത് അങ്ങനത്തെ ഇപ്പൊ എക്സ്പേർട്ട് അല്ലാത്ത ഒരാൾക്ക് പോലും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വാക്സ്. ഇപ്പൊ അറിഞ്ഞുകൂടാത്തവര് മാർക്കറ്റിൽ നിന്ന് വേറെ കമ്പനീസിന്റെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് അറിഞ്ഞുകൂടാതെ ചെയ്ത് അബദ്ധം കാണിക്കാറും ഉണ്ട് അല്ലേ? നമ്മുടെ ഈ വാക്സ് ഭയങ്കര തിന്നായിട്ടാണല്ലോ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ അതെന്താണ് കട്ടിക്കിട്ടാൻ എന്താണ് പ്രശ്നം? കട്ടിക്കിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കിൻ പീൽ ഓഫ് ആവാൻ ചാൻസ് കൂടുതലാണ്. അതിപ്പം സെൻസിറ്റീവ് സ്കിൻ അല്ലാന്നുണ്ടെങ്കിൽ പോലും കട്ടി കൂടി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രശ്നം പീൽ ഓഫ് ആവും അല്ലേ? അപ്പൊ കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് പോസ്റ്റ് വാക്സ് ആണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിവിടെ രണ്ട് കൈയും വാക്സ് ചെയ്ത് കഴിഞ്ഞിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ സാധിക്കും, മനസ്സിലാക്കാൻ സാധിക്കുമല്ലേ ആ ഒരു കളർ ചേഞ്ച്. സ്റ്റാൻ എല്ലാം ആ ഫസ്റ്റ് ലെയറിന്ന് റിമൂവ് ആയിരിക്കുന്നതാണ് ഹെയറിനോടൊപ്പം അല്ലേ?